നമസ്കാരം. കേരളം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിവാദമാക്കപ്പെടുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയപ്പെടുന്നത് ഗുണ്ടാ നേതാക്കളും പോലീസും തമ്മിലുള്ള ബന്ധമാണ്. അത് ഇന്നലെയോ തുടങ്ങിയതല്ല. കാലാകാലങ്ങളായി ഗുണ്ടാ നേതാക്കൾ പോലീസിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരും ഗുണ്ടാ നേതാക്കളെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പുതിയത് എന്ന് പറയപ്പെടുന്നത് ഇപ്പം പോലീസിന് ആവശ്യമുള്ള തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിക്കാം, ഗുണ്ടകൾക്ക് ആവശ്യമുള്ള തരത്തിൽ പോലീസിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ പോലീസുകാർ അനധികൃതമായി നേടിയെടുക്കുന്ന പണമടക്കം കൈകാര്യം ചെയ്യുന്നത് ഈ ഗുണ്ടാ നേതാക്കളാണ്. കാരണം ഈ ഗുണ്ടാ നേതാക്കൾ വളരെ കൃത്യമായി പലിശ ഈ പോലീസിന് നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പണം സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പോലീസിന് അവർ അനധികൃതമായി സമ്പാദിക്കുന്ന പണത്തിൻ്റെ സോഴ്സ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഗുണ്ടാ നേതാക്കളുടെ കയ്യിൽ കൃത്യമായി എത്തുകയും അവരത് പലിശ സംവിധാനത്തിലൂടെ മുമ്പിലോട്ട് പോവുകയും എല്ലാ മാസവും കൃത്യമായി പലിശ ഈ പോലീസുകാർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ഗുണ്ടാ നേതാക്കളും പോലീസുകാരും തമ്മിൽ അടുത്ത അഭേദ്യമായ ബന്ധം പുലർത്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഗുണ്ടാ നേതാവ് പോലീസിന് വിരുന്നൊരുക്കി എന്നുള്ളൊരു വാർത്ത, ആ വാർത്തയാണല്ലോ ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത്. സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ സംഭവത്തിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള MG സാബുവിനെയാണ് പോലീസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ തമ്മനം ഫൈസലുമായി ബന്ധപ്പെട്ട് വരുന്ന തമ്മനം ഫൈസലിൻ്റെ വീട്ടിലായിരുന്നു വിരുന്ന് നടന്നത് എന്നും താൻ ഗുണ്ടയല്ല എന്നാണ് ഇദ്ദേഹം സ്വയം പറയുന്നത് പോലും. അങ്ങനെയുള്ള ആൾ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് താൻ എന്നും എനിക്കൊരു കൊട്ടേഷനും എടുക്കാറില്ല എന്നൊക്കെ ഫൈസൽ പലതരത്തിലുമൊക്കെ മൊഴികൾ പറയുന്നുണ്ട്. എങ്കിലും തമ്മനം ഫൈസൽ 30ലേറെ കേസുകൾ പ്രതിയാണ്. എന്നാൽ നിലവിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെ 5ഓളം കേസുകൾ മാത്രമാണ് ഉള്ളത്. 2021 മറ്റൊരു ഗുണ്ടാ നേതാവായിട്ടുള്ള മരട് അനീഷ്, ആ മരട് അനീഷിൻ്റെ സംഘാംഗമായിട്ടുള്ള ജോണി ആൻ്റണിയെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച കേസാണ് ഇതിൽ ഏറ്റവും ഒടുവിലായിട്ടുള്ളത് എന്നുള്ളതാണ്. കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കൾക്കിടയിൽ അധികം പ്രസിദ്ധമല്ലാത്ത പേരായിരുന്നു ഈ തമ്മനം ഫൈസലിൻ്റേത്. അത്ര പ്രസിദ്ധനായിരുന്നില്ല. എന്നാൽ DYSPയുടെ സസ്പെൻഷനോടുകൂടിയാണ് ഈ ഫൈസലിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അടുത്തിടെ നടന്ന ടർബോ എന്ന് പറയപ്പെടുന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ ആലുവയിൽ ഒത്തുകൂടുന്നു. അവിടെ അവർ ഒത്തുകൂടി ആഘോഷം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ താൻ കുടുംബത്തിനൊപ്പം സിനിമയ്ക്ക് പോയപ്പോൾ അവിടെ നടന്ന കേക്ക് മുറിയിൽ പങ്കെടുക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് ഈ ഫൈസലിൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്. എന്തായാലും കൊച്ചിയിലെ ക്രിമിനൽ ലോകം അടക്കി ഭരിക്കുന്ന ഗുണ്ടാ നേതാക്കൾ തളർന്നു തുടങ്ങിയപ്പോഴാണ് ഈ തമ്മനം ഫൈസലിൻ്റെ പേര് കൂടുതലായിട്ട് ഉയർന്നു തുടങ്ങിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഗുണ്ടാപ്പണി ഇല്ലെങ്കിൽ എന്താണ് ജോലി എന്ന് ഫൈസലിനോട് ചോദിച്ചാൽ ആ ചോദ്യത്തോട് ഫൈസൽ പ്രതികരിക്കാറുള്ളത് തനിക്ക് ബിസിനസ്സാണെന്നാണ്. നേരത്തെ 2 ടിപ്പറുകൾ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ എന്നും അതുമാത്രമല്ല തനിക്ക് മാലിന്യ വണ്ടികൾ ഉണ്ട് എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഫൈസൽ പറയാറുണ്ട്. ഇതൊക്കെയാണ് ബിസിനസ്സായി നടത്തപ്പെടുന്നത്. ഇത് തന്നെയാണ് ഫൈസലിൻ്റെ വരുമാനത്തിൽ പ്രധാനവും എന്നാണ് തമ്മനം ഫൈസലിൻ്റെ വാദം. കൊച്ചി നഗരത്തിലെ അടക്കമുള്ള ശുചിമുറി മാലിന്യം ശേഖരിക്കുന്ന നിരവധി വണ്ടികളാണ് ഈ ഫൈസലിനുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊരു ടാങ്കറിന് മാത്രം ദിവസം 20,000 രൂപയെങ്കിലും ലാഭം കിട്ടുമെന്ന് ഈ മേഖലയെക്കുറിച്ച് അറിവുള്ളവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ വരുമാനം ഫൈസലിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേടിയെടുക്കുന്നുണ്ട്. ഈ ശുചിമുറി മാലിന്യം എവിടെ നിക്ഷേപിക്കും എന്നത് ഫൈസലിൻ്റെ കയ്യൂക്കിൻ്റെ കൂടി ബലത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈസലിൻ്റെ അനുയായികൾ തന്നെയാണ് ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നതും അവയെ ശേഖരിക്കുന്നതും കൊണ്ട് കളയുന്നതുമൊക്കെ. അങ്ങനെ MJ ഫൈസൽ എന്നാണ് ഈ തമ്മനം ഫൈസലിൻ്റെ മുഴുവൻ പേരെന്ന് പറയപ്പെടുന്നത്. തമ്മനത്തെ മുടവത്തിൽ കുടുംബത്തിൽ ജോസഫിൻ്റെ മകനായിട്ട് ആയിരുന്നു ജനം. ജോർജ് എന്നാണ് പേര്. ജോർജ് എന്നുള്ളൊരു വിരുപ്പേരും ഇദ്ദേഹത്തിനുണ്ട്. 19-ാം വയസ്സിൽ അയൽവാസി കൂടിയായിട്ടുള്ള അഭിഭാഷകനുമായിട്ടുള്ള തർക്കമാണ് ഫൈസലിനെ ഗുണ്ടാലോകത്തേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തൻ്റെ പിതാവിനെ തല്ലിയ അയൽവാസിയെ ഫൈസൽ വെട്ടിയതോടുകൂടിയാണ് 1999 മറ്റൊരു ഗുണ്ട കൂടി ജനനമെടുക്കുകയായിരുന്നു തമ്മനം ഫൈസൽ. തമ്മനം ഷാജി ആയിരുന്നു അന്ന് കൊച്ചിയിലെ കുപ്രസിദ്ധനായിട്ടുള്ള ഗുണ്ടാ നേതാവ് എന്ന് പറയുന്നത്. തനിക്ക് ഷാജിയെ അറിയില്ല എന്നും എന്നാൽ എതിരാളികൾ ഷാജിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തനിക്കെതിരെ തിരിയുകയായിരുന്നു എന്നുമൊക്കെയാണ് ഫൈസൽ പറയപ്പെടുന്നത്. കാരണം 4-5 കൊല്ലത്തോളം ഈ ഷാജിയുടെയും ഫൈസലിൻ്റെയും ഒക്കെ കൂട്ടാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവായിരുന്നു. പിന്നീട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി എന്ന് തന്നെയാണ് ഫൈസൽ പറയുന്നത്. പക്ഷേ തമ്മനം ഷാജിയുടെ വിടവാങ്ങൽ കൂടിയാണ്. ഇതിനിടയിൽ ഫൈസലിൻ്റെ മാതാവിൻ്റെ നാടായിട്ടുള്ള ആലുവയിൽ പിതാവ് പുതിയ വീട് നിർമ്മിച്ചതോടുകൂടിയാണ് താമസം അങ്ങോട്ട് മാറ്റുന്നത്. അങ്ങനെയാണ് തമ്മനത്ത് നിന്ന് വന്ന ഫൈസൽ തമ്മനം ഫൈസലായി മാറുന്നത്. ഗുണ്ടാപരിപാടികൾ ശക്തമായി നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ഒക്കെയാണ്. 2006 വിവാഹിതനായതോടുകൂടി ഭാര്യയുടെ നാടായിട്ടുള്ള അങ്കമാലിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ഫൈസൽ. അപ്പോഴും കൊച്ചിയിലെ ബിസിനസ്സുകൾ അത് ഫൈസൽ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ കൈവരുതിയിലുള്ളതായിരുന്നു ഇവയെല്ലാം. 2007 ഗുണ്ട ആക്ട് നിലവിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം കാപ്പ ചുമത്തപ്പെട്ടത് കൊച്ചി നഗരത്തിൽ തമ്മനം ഷാജിയും എറണാകുളം റൂറലിൽ ഈ തമ്മനം ഫൈസലുമാണ്.
എന്നാൽ ജയിലിൽ പോകാതെ താൻ ഗൾഫിലേക്ക് കടന്നു എന്നും 4 കൊല്ലം അവിടെ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തു എന്നും അങ്ങനെ ജോലി ചെയ്തു എന്നൊക്കെയാണ് ഫൈസൽ പിന്നീട് പറയുന്നത്. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചെത്തിയാണ് ഇപ്പോഴത്തെ ബിസിനസ്സുകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നും ഫൈസൽ പറയുന്നുണ്ട്. ഇതിനിടയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഫൈസൽ കൈവയ്ക്കുകയുണ്ടായി. എതിരാളികളെ തൻ്റെ പട്ടികൾക്കൊപ്പം കൂട്ടിലിട്ട് കടിപ്പിക്കും എന്ന് ഫൈസലിനെ കുറിച്ച് ആരോപണങ്ങൾ അവിടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് മാത്രമാണ് ഫൈസൽ പറഞ്ഞത്. ഫൈസൽ ചോദിക്കുന്നത് ഏതാണ്, ഇതൊക്കെ ആരാണ് പറഞ്ഞുണ്ടാക്കുന്നത്? അതേസമയം 2021 ജോണി ആൻ്റണി എന്ന മരട് അനീഷ് അംഗാംഗത്തെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് ഞെട്ടിക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. എന്താണ് മരട് അനീഷുമായുള്ള തർക്കത്തിൻ്റെ കാരണങ്ങൾ എന്നതിനെക്കുറിച്ച് ഫൈസൽ കാര്യമായി പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട തർക്കം, അത്തരത്തിലൊരു ചെറിയ തർക്കമാണ് കാരണമെന്ന് പറഞ്ഞൊഴിയുകയാണ് ഫൈസൽ പലപ്പോഴും. പക്ഷേ അതേസമയം ബായി നസീറും മരട് അനീഷും ശക്തരായി നിൽക്കുന്നതിനിടയിലാണ് കടന്നു കയറുവാനുള്ള ഫൈസലിൻ്റെ ഒരു ശ്രമമുണ്ടായിരുന്നു. ആ ശ്രമമാണ് തർക്കത്തിൻ്റെ കാരണങ്ങളെന്നാണ് പറയപ്പെടുന്നത്. ഈഗോ പ്രശ്നമാണ് ഇരുവർക്കുമിടയിൽ ഉള്ളത് എന്നുകൂടി പറയേണ്ടതുണ്ട്. തനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ ഫൈസലിനെ ടാർഗറ്റ് ചെയ്യാൻ മരട് അനീഷ് കൃത്യമായി ശ്രമിക്കാറുണ്ട് എന്നതാണ്. കൊച്ചിയിലെ ലഹരിക്കടത്ത് നടക്കുന്നത് മാലിന്യ വണ്ടികളിലാണ് എന്നും ഇത് പരിശോധിക്കണമെന്നും മരട് അനീഷ് അടുത്തിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കൊച്ചിയിലെ മിക്ക ഗുണ്ടാ നേതാക്കളും, ഈ ഗുണ്ടാ നേതാക്കൾക്കും ലഹരി ഇടപാടുണ്ട് എന്ന് തന്നെയാണ്, നേതാക്കൾ നേരിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുകൂടി ഫൈസൽ തിരിച്ചടിക്കുകയാണ്. കാരണം തങ്ങൾക്ക് ലഹരി മാഫിയുമായി യാതൊരു തരത്തിലുള്ള ഇടപാടുമില്ല എന്ന് ഇരുവരും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം എതിരാളികൾക്ക് നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട് ഫൈസൽ. തമ്മനം ഷാജി, ഭായ് നസീർ, മരട് അനീഷ് എന്നിവരായിരുന്നു കൊച്ചിയിലെ ഗുണ്ടാ മേഖലയെ പുതിയ കാലത്ത് നിയന്ത്രിച്ചിരുന്ന വ്യക്തികൾ. ഇതിൽ ഷാജി കുറേ കാലമായി ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കപ്പെടുന്നത്. ഇരുവൃക്കകളും തകരാറായിട്ടുള്ള ഭായ് നസീറും താനിപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തില്ല എന്ന് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അടുത്തിടെ ഒരു ഹോം സ്റ്റേയുടെ മറവിൽ വേശ്യാവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഭായ് നസീറിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. മരട് അനീഷും താനിപ്പോൾ ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണ് എന്നും ഗുണ്ടാ പരിപാടികൾ അവസാനിപ്പിച്ചുവെന്നും അവകാശപ്പെടുന്നു. ജയിലിൽ വെച്ച് വധശ്രമം നേരിട്ട അനീഷും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയിട്ടുണ്ട്. ഇവർ കളമൊഴിയുമ്പോഴും തൻ്റേതായ വിധത്തിൽ പ്രസക്തനായി നിൽക്കുവാനുള്ള ഒരു ശ്രമം അത് ഫൈസൽ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ ചെറുപ്പത്തിൻ്റെ ചോരത്തളപ്പിൽ നടത്തിയ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ജീവിതം തകർക്കുമെന്ന് മറ്റ് ഗുണ്ടാ നേതാക്കളെപ്പോലെ ഫൈസലും ഇപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും അതിനിടെ പെരുമ്പാവൂർ അനസിനെ പോലുള്ള പുതിയ കാല ഗുണ്ടകളുടെ വരവ്, അത് അല്ലെങ്കിൽ അവരുടെ ഒരു വളർച്ച, ഇതൊക്കെ സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഗുണ്ടകൾക്ക് ഇങ്ങനെ ഗുണ്ടാ നേതാക്കന്മാരായി മാറുന്നവർക്ക് പോലീസിൻ്റെ ഒരു ഒത്താശ കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ ഗുണ്ടാ നേതാക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസിനുള്ളിൽ തന്നെ പണ്ട് മുതലേ ഉള്ളതാണ്. ഗുണ്ടാ നേതാക്കളും പോലീസുകാരും തമ്മിൽ അത്തരത്തിലുള്ളൊരു ബന്ധമുണ്ട്. കാരണം ഈ പണമിടപാടുകൾ നടക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള തരത്തിൽ ഗുണ്ടകളെ ഒതുക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒതുക്കുകയോ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്തുകൊണ്ട് പോലീസുകാരും അത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ പോലീസ് സംവിധാനത്തിനെ, കേരള പോലീസിൻ്റെ പോലീസ് സംവിധാനത്തിനെ ഇങ്ങനെ വല്ലാതെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറച്ച് അധികം പോലീസുകാരുണ്ട് ഈ നമ്മുടെ പോലീസ് സേനയ്ക്കകത്ത്. ആ പോലീസ് സേനയുടെ വീര്യത്തെ, മനോവീര്യത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചെന്നായ്ക്കളെ പടിയടച്ച് പിണ്ടം വയ്ക്കുക, മാത്രമല്ല ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക. ഗുണ്ടകളുമായിട്ട് ഈ പോലീസുകാർക്ക് എന്താണ് ബന്ധം? അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷേ ഗുണ്ടകളുടെ ഓരോ തരത്തിലുള്ള വളർന്നു വരവ് അത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് തമ്മനം ഫൈസലാണെങ്കിലും മരട് അനീഷാണെങ്കിലും ഇനി അനസാണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ ഗുണ്ടാ നേതാക്കളെയും ഈ പോലീസിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിന് മുന്നിൽ കൃത്യമായി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ജനജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ നയമെങ്കിൽ അത് വളരെ കൃത്യമായി നടപ്പിലാക്കുക.